പഴയ ആൾക്കാരിൽ ഒരുപാട് പേരുണ്ട്. പുലിയന്നൂർ ബാലൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ശിഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഓണക്കൂർ പൊന്നൻ. ബാലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസിദ്ധനായ ഒരു ആനക്കാരനാണ് പുലിയന്നൂർ ബാലൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രഥമ ശിഷ്യൻ. ഏറ്റവും നല്ലതായിട്ട് ബാലൻ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പണി പഠിപ്പിച്ച ഒരാളുണ്ട്, ഓണക്കൂർ പൊന്നൻ. പൊന്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ആനപ്പണിയെ പറ്റിയിട്ടോ സ്വന്തം അനിയന്മാരോടോ ചേട്ടന്മാരോടോ ഒന്നും പറയില്ല. ആനപ്പണിയെ പറ്റി പറയില്ല. ഒരു ആനയൊക്കെ വഴക്കുള്ള ആന കെട്ടിയാൽ അത് അഴിച്ചു കെട്ടാൻ അവനറിയാം. അങ്ങനെ ഒരിതുണ്ട്, അവൻ്റെ ഒരു രീതിയിൽ അവ അഴിച്ചു കെട്ടും. പക്ഷെ അവനെ വെച്ചിട്ട് പെട്ടെന്ന് ഒരാളെ കടന്ന് ചെയ്യൊന്നുമില്ല. ചെയ്യാൻ ആനയ്ക്ക് അങ്ങനെ മനധൈര്യം വരില്ല. അതാണ് അവൻ്റെ ആനപ്പണി. ആളായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആശാൻ, നമുക്ക് എല്ലാതും തികഞ്ഞു അല്ലെങ്കിൽ ആളെ പോലെ ഒരാളില്ല, അങ്ങനെ തോന്നിയൊരു ആശാൻ ആരാന്ന് പറയാൻ പറ്റും? എനിക്ക് ഒരുപാട് പേരെ പണിയിൽ അറിവുള്ള നല്ല ബഹുമാനമുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ എടുത്തു പറയാൻ ഓണക്കൂർ പൊന്നൻ ചേട്ടനാണ്. ഓണക്കൂർ പൊന്നൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളെ ഞാനൊരു ആശാനിൽ അപ്പുറം സ്നേഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ആയ കാലത്തുള്ള തൊഴിൽപരമായ കാര്യം നല്ല നല്ല ആനകളെ നല്ല രീതിയിൽ കൊണ്ടുപോകും. തെക്കൻ ജില്ലയിൽ നിന്ന് ഇപ്പോൾ ആനക്കാരൻ വന്നു വെച്ചാൽ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ അവിടെയുള്ള ആനതുണ്ട്. ഇപ്പോൾ അവിടെ പിറവത്തുള്ള ഭാസ്കരൻ നായർ, ഈ പൊന്നൻ ചേട്ടൻ, രത്നാഥൻ, കനകം മരിച്ചു കിട്ടു. അവരുടെ അതിൽ മനുഷ്യർ അവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ എല്ലാം ഒരു തലയ്ക്കുന്ന ഒരു തല വരെ അറിയുന്ന ആൾക്കാരാണ്. അവരൊക്കെ ആനപ്പാപ്പന്മാരിലേക്കും ഈ പൊന്നെന്ന് പറഞ്ഞ ആൾ തൊഴിലിൽ ഏറ്റവും പ്രഗത്ഭനായിട്ട് അത്ര തൊഴിലിൻ്റെ ആദ്യം അറിയുന്ന ഒരാളാണ് ഈ കടുവേലായുധൻ. ഈ പൊന്നൻ എന്നൊക്കെ പറഞ്ഞാൽ തൊഴിൽപരമായിട്ട് തൊഴിലുകൊണ്ട് പ്രഗത്ഭന്മാരാണ്. അവരത്രയൊന്നും കഴിവുള്ള ആൾക്കാരില്ല, ഇന്നില്ല. തൃശ്ശൂർ ജില്ലയിലെത്തി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ വളരെ ആകർഷകമായിട്ട് ഞാൻ പരിചയപ്പെടാനും ഈ ആനപ്പണിയിൽ എന്നെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓണക്കൂർ പൊന്നൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ അന്നത്തെ, അതായത് ഒരു 25 വർഷം 30 വർഷത്തിന് മുൻപുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ കടക്കുന്നത്. അന്ന് അദ്ദേഹം വളരെ ഒരു പ്രസിദ്ധനായ ഒരു ആനക്കാരൻ. ആ ആനക്കാരനെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതുപോലെ തന്നെ ഏതൊരു ആനയും, ഏത് വഴക്കുള്ള ഒരു ആനയും അദ്ദേഹം അഴിച്ച് കൈകാര്യം ചെയ്ത് വളരെ ഭംഗിയായും വൃത്തിയായും മറ്റുള്ള ഒരു പ്രശ്നങ്ങളും കൂടാതെ കൊണ്ട് നടന്ന ഒരു ശൈലി. ആ ശൈലികളൊക്കെ കണ്ടു പഠിക്കാനും കണ്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആനകളുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ വളരെ നിസ്സീമമായ ചില സഹകരണങ്ങളും പെരുമാറ്റങ്ങളും നമുക്ക് വളരെയേറെ ജീവിതത്തിൽ ആനപ്പണിയിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം തരുന്ന പെരുമാറ്റങ്ങളും രീതികളും കണ്ട് ഞാൻ വളരെയേറെ അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകാനും അദ്ദേഹവുമായിട്ട് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ പങ്കുവെക്കാനും അതേപോലെ തന്നെ ആനപ്പണിയിലെ ആനകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെയാണേലും അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനും പിന്നീട് ബഹുമാനം തോന്നിയിട്ടുള്ളതും അല്ലെങ്കിൽ അവരോട് വീണ്ടും പണിയെടുക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഏതെങ്കിലും പാപ്പന്മാർ ആയാലുണ്ടോ? തീർച്ചയായും ഉണ്ട്. അങ്ങനെ ഒരാൾ ഉണ്ട്. പക്ഷേ ആളുടെ കൂട്ടത്തിൽ എനിക്ക് പണിയെടുക്കാനുള്ള ഒരു അവസരമോ അല്ലെങ്കിൽ ആൾ പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് ആനപ്പണിയിലേക്ക് ഞാൻ വന്നിട്ടില്ല. വേറെ ആരുമില്ല, ഓണക്കൂർ പൊന്നനാശനാണ്. ആശാൻ്റെ കൂട്ടത്തിൽ ഒരു ആനയ്ക്ക് പണിയെടുക്കണം, ആശാൻ്റെ പണികളൊന്ന് കണ്ടുപഠിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആൾ ഇപ്പോൾ ആനയിൽ പണിയെടുക്കുന്നില്ല, പുള്ളി വീട്ടിൽ തന്നെയാണ്. ആശാൻ്റെ കൂട്ടത്തിലൊന്ന് പണിയെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആശാൻ ആനപ്പണിയൊക്കെ നിർത്തിപ്പോയി. നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുത്തിരുന്ന ആളാണ്. അപ്പോൾ അത് അങ്ങനെ ബഹുമാനം കൊടുക്കാനുള്ള കാരണം വേറൊന്നുമില്ല, ഈ പൊന്നാശാൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയും സത്യസന്ധമായിട്ട് പണിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആളുടെ കൂടുതൽ പണിയെടുക്കണം എന്നെനിക്കൊരു ആഗ്രഹം തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു മണിക്കൂർ വരെയൊക്കെ സംസാരിക്കാറുണ്ട്. എന്നെ നല്ല കാര്യമാണ്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് വരെ മീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിൽ എൻ്റെ ഫോണിൽ കൂടെ ഉള്ള പരിചയമുള്ളൂ. എനിക്ക് ആളെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ എങ്കിലും പരിചയപ്പെടാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആശാൻ എത്ര നേരത്തെ ഒരു സംസാരത്തെ പൊന്നൻചേട്ടനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പൊന്നൻചേട്ടനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ ഒരു ആശാൻ്റെ അത് പൊന്നൻചേട്ടൻ എന്നല്ല, ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു. എന്നെ ഇതിലിപ്പോൾ പണി പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ കളിയാക്കും. എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ട് ആശാനെ മുമ്പിൽ വെച്ചിട്ട് പറയാം, ആശാനായിരുന്നു എൻ്റെ കൂടെ വന്നത് എനിക്ക് അന്നേരത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യം പറഞ്ഞാൽ തീരില്ല. അത് പറഞ്ഞൊരു കടല കഴിയില്ല അയാളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിർത്തിക്കുക ഒരഞ്ഞയിലും കെട്ടാണ്ട് നിർത്തിക്കുക, ആളെ അന്വേഷിച്ചിട്ട് പോയി. അയാൾ എളുപ്പമല്ല, ഒരാളെ കുത്താൻ നേരത്തും മുഖം തള്ളി മാറ്റണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് പറ്റും. അങ്ങനത്തെ ഒരു മനുഷ്യനത്. ഇപ്പോഴല്ലേ ബാഹുബലിക്ക് ഇറങ്ങി, അത് ബാഹുബലി അല്ല, അത് വേറെ മുതല.
ഓണക്കൂറ് പൊന്നൻ ചേട്ടൻ എന്നല്ല അച്ഛനെ വിളിച്ചത്. അച്ഛൻ നമ്മളെ കൂടുതൽ അച്ഛനെ വിളിച്ചത് അത് വേറൊരു മകന. അതിനെ പറഞ്ഞത് ഇല്ലേ ഞാൻ പറയും കടല ഏതൊരാനെ അവിടെ നിർത്തിക്കോ, അവിടെ നിന്ന് വെച്ചിട്ട് പോലും ആ കെട്ടണ്ട ആൾ കൊണ്ടുപോയിന്. ആനകളുടെ മനസ്സറിഞ്ഞ് കയറി നിൽക്കിയത്. ആനകളുടെ മനസ്സറിയാൻ മറന്നു പറയും ഇന്നത്തെ ഒരാളെ. ഞാൻ വിളിക്കും, ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും. നമ്മുടെ പറവൂക്കര ശരത്തിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്. ആ കുട്ടിയെ നിന്നെ ഒന്ന് കാണണമല്ലോ എനിക്ക്. ഞാൻ വരാം ആശാൻ, ആശാനൊക്കെ വരും. ഒരു ദിവസം ആശാനെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോത്തുള്ളൂ. പക്ഷേ അങ്ങനെ എന്താ പറയുന്നത്, രോമാഞ്ചിക്കാൻ നമ്മുടെ ശരീരത്തിൽ. പൊന്നഞ്ചേട്ടനും കടുവ ആശാനൊക്കെ പിന്നെ ജന്മമാണ് നമുക്ക്. ഇപ്പോൾ എൻ്റെ മകനെ വിളിച്ചേച്ച് എൻ്റെ മാനേരി വെച്ചു. കണ്ണെന്നാണ് പറഞ്ഞത്, കണ്ണ ആനെ ഒന്ന് കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേട്ടൻ പൊന്നപ്പെന്ന് പറഞ്ഞ ആൾ അത്ര നല്ലവനും അല്ല, വലിയ ഡീസൻ്റൊന്നും അല്ലെന്ന് കൂട്ടിക്കോ. ആനക്കാരൻ ആളെ എല്ലാ സ്വഭാവം ഉണ്ട്, എനിക്കുമുണ്ട്. പക്ഷേ അവനൊക്കെ കവച്ച് വയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് ഭൂമിയിൽ ഇപ്പം ജയിച്ചിരിക്കുന്നതിൽ ഒത്തനുമില്ല. ഞാനങ്ങ് പറയുകയാണ്, വെല്ലുവിളിച്ചിട്ട് പറയുകയാണ്. കാരണം അവനൊക്കെ പഠിച്ച വഴികൾ, നിന്ന രീതികൾ, വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ചത്ത് മണ്ണോട് മണ്ണായി പോയി. ഇനി അവരുടെ വിദ്യ അതോടുകൂടി കഴിഞ്ഞു. ഈ പുള്ളിക്കൊക്കെ കിട്ടിയെങ്കിൽ അവരുടെ പകുതി പോലും കിട്ടിയിട്ടില്ല. അതിൻ്റെ പകുതി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതെന്തോന്നും പോകുന്നില്ല. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ആരക്കുന്നത്താവുമ്പോൾ ഫോറസ്റ്റ് ഗാർഡ് ജോഷി എന്ന് പറഞ്ഞ് ജോഷി സാർ എന്നെ വിളിക്കുകയാണ്. രതൻ ചേട്ടാ ആന ഇന്ന പോലെ കേസിലാണ്, ഇന്ന പോലെ പരിപാടികളുണ്ട്, പല കേസുകളുണ്ട്. അപ്പോൾ ഇതൊന്ന് ചേട്ടൻ എവിടെ വന്നാൽ കാണുന്നത് സാറോടൊന്നും ഞാൻ വരുമല്ലോ. ഞാൻ അപ്പോഴും നേരെ വരുമ്പോൾ ഈ ആനയുടെ അടുത്ത് ജീപ്പ് ഫോറസ്റ്റുകാർ ആനയുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ കണ്ണ് കുത്തി പൊട്ടിക്കുന്ന വരെയുള്ള കേസാണ് പറഞ്ഞു. എൻ്റെ ചേട്ടൻ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാനേജ് സാറിന് ഞാൻ പറഞ്ഞു, ആന അഴിക്കാൻ വിട്ടേക്കണേ എൻ്റെ ചേട്ടൻ, കൂടെയുള്ള എൻ്റെ പിള്ളേർ, അത് പലതും പറയാനുണ്ടാവും. അതിന്ന് ഭൂമിയിലുള്ള ഒറ്റനെ കൊണ്ട് അത് കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വേദി ചെയ്യാൻ പറ്റുന്ന ഒരു ആനക്കാരൻ്റെ കാര്യം എപ്പോൾ ഞാൻ നമ്മളെ പറഞ്ഞത്. ഓണക്കൂറ് പൊന്നൻ ഞാൻ ആ കയറ്റിൽ നിന്ന് കാലം കൂടിയിട്ട് പെരുമുഖമില്ല, ഇല്ല നേരെ താഴത്തേക്ക് എന്നിട്ട് ഇങ്ങനെ തന്നെ മറന്നു കിടന്നു. സുകുമാര കുത്തടാന്ന് പറഞ്ഞു. സുകുമാരൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോയി. തീപ്പെട്ടിക്കുള്ളി താഴെ വീണാൽ കുത്തുന്ന ഞാനവിടെ കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, എൻ്റെ ഇരച്ച് സുകുമാരനെ കൈക്കും കെട്ടുമെന്ന് പറഞ്ഞു. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possible.